ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മെയ് 15 ഇടവ രവി സംക്രമം, സൂര്യൻ ഇടവ രാശിയിലേക്ക് രാശി മാറുന്ന സമയം, സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുകയും സൂര്യനും ബുധനുമായിട്ട് ബുധ ആദിത്യ യോഗം ഇടവ രാശിയിൽ വരുന്നതിൻ്റെ അനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ മെയ് 15 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറിയത്. ഇപ്പോൾ ജൂൺ 14 വരെ സൂര്യൻ ഇടവൻ രാശിയിലുണ്ടാകും. ഇടവൻ രാശിയിൽ ഇപ്പോൾ ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബുധനും സൂര്യനുമായിട്ട് ബുധാദിത്യ യോഗം ഇടവൻ രാശിയിൽ വരുന്നു. ഇപ്പോൾ പൊതുവെ ഇടവൻ രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ മിത്രരാശിയല്ല എങ്കിലും സൂര്യൻ ഇടവൻ രാശിയിൽ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ നക്ഷത്ര അധിപന്മാർ, അതായത് സൂര്യനും അതുപോലെ ചന്ദ്രനും ചൊവ്വയുമാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളും അപ്പോൾ സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ആദ്യ ഏകദേശം ഒരു മെയ് 24, 25 വരെ വളരെ ശക്തമായ നിലയിലായിരിക്കും ആ സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്താണ് ആ സൂര്യൻ്റെ രാശിമാറ്റം എന്നുള്ളത് കൊണ്ട് പൊതുവെ ജീവന ഉപാധികൾ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം ഈ സമയത്ത് കൂടും. ഇപ്പോൾ ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. അപ്പം ആ രാശിയുടെ കർമ്മസ്ഥാനത്താണ് ആ സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധനാർജനം ലക്ഷ്യമാക്കിയുള്ള കർമ്മപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്ന സമയം എന്ന് പറയാം. ഇപ്പം നിലനിൽപ്പിനായിട്ടുള്ള അതിജീവനത്തിന് ആയിട്ടുള്ള ഒരു പൊരുതൽ ഈ സമയത്ത് ഉണ്ടാകും. സൂര്യൻ പ്രത്യേകിച്ച് ഇടവരാശിയിലേക്ക് വരുമ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഉന്നത പദവിയുടെയും അധികാരത്തിൻ്റെയും നേതൃസ്ഥാനത്തിൻ്റെയും അതുപോലെ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള അവബോധം, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു അതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് സൂര്യൻ. അപ്പം എങ്കിലും ഏത് ഗ്രഹവും ഒരു രാശി മാറുമ്പോൾ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഇഫക്റ്റുകൾ ഉണ്ടാകാം. അവയൊക്കെ ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥിതി, ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, അതുപോലെ അപകാരം, ഇവയൊക്കെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം, അതുപോലെ സൂര്യനും ബുധനുമായിട്ടുള്ള ബുധാദിത്യ യോഗം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നു നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും സൂര്യൻ 5ാം ഭാവാധിപനാണ്, ത്രികോണ ഭാവാധിപനാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. ആ സൂര്യൻ 2ാം ഭാവരാശിയിലേക്ക്, ധനരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 5ാം ഭാവാധിപനായ സൂര്യൻ ധനസ്ഥാനത്തുണ്ടാകും. അതുപോലെ തന്നെ ബുധനും 2ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ 2ാം ഭാവരാശിയിൽ ബുധ ആദിത്യ യോഗമൊക്കെ വരുന്ന സമയമാണ്. 5ാം ഭാവാധിപനായ സൂര്യൻ 2 വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, അത് ചിലപ്പോൾ ഈ സർക്കാർ തലത്തിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 5ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ സന്താനത്തിൻ്റെ സ്ഥാനാധിപനും കൂടിയാണ്. അപ്പോൾ സന്താനത്തിന് വഴി ഒക്കെ ഉള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ സൂര്യൻ ധനസ്ഥാനത്തൊക്കെ വരുമ്പോൾ അവിടെ ബുധനും കൂടെയൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് മണി മാനേജ് ചെയ്യുന്നതിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള, പ്രത്യേകിച്ച് ബുധനും കൂടെ ആ ധനസ്ഥാനത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ പിതാവിൻ്റെയൊക്കെ സഹായം ഈ സമയത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. കുടുംബ ബിസിനസ്സിൽ, കുടുംബ കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കുടുംബത്തിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ 5ാം ഭാവത്തിൻ്റെ 10ലാണ് ആ സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് സൂര്യൻ്റെ സ്ഥിതി
അവിടെ ബുധനുമായിട്ടുള്ള സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലിൽ ഉയർച്ചയ്ക്കും അതുപോലെ ഉയർന്ന സ്ഥാനമാനങ്ങളും അതുപോലെ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിലന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് ഈ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാവുന്ന സമയമാണ്. ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അതേസമയം 2 വാക്സ്ഥാനത്തൊക്കെ ആണ് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നമ്മൾ അല്പം ആധിപത്യം ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ അല്പം തീഷ്ണതയൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. കർക്കശമായിട്ടുള്ള നിലപാടുകൾ ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ പ്രത്യേകിച്ച് ബുധൻ നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. ബുധൻ 6ാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് സംസാരത്തിൽ അല്പം പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് നല്ലതാണ്. കോപമൊക്കെ കുറയ്ക്കണം. അതായത് കുടുംബ വിഷയത്തിലും ധനവിഷയത്തിലും ഒക്കെ തന്നെ നമുക്ക് ആധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സൂര്യനും ബുധനുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ തലത്തിലായാലും ടീച്ചിങ് തലത്തിലായാലും മറ്റ് പ്രൊഫഷണൽ തലത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വ്യക്തിതലത്തിൽ അത്രത്തോളം അനുകൂലം ആകണമെന്നില്ല. അതേസമയം പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പോൾ ഏകദേശം 24-25 കഴിയുമ്പോൾ മെയ് 25 ആകുമ്പോൾ സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. 4ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ആ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂകളിലായാലും അതുപോലെ തന്നെ നമുക്ക് ഈ എഴുത്തിൽ, പ്രസംഗത്തിൽ, അതുപോലെ പ്രസാധകന്മാരായിട്ടുള്ള ഈ പബ്ലിഷിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒക്കെ ഗുണാനുഭവങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ കോൺവെർസേഷനിൽ അല്പതീഷ്ണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നമ്മൾ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ENT സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ 2ാം ഭാവത്തിൽ സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്നത്, അത് പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനായതുകൊണ്ട് പ്രത്യേകിച്ച് ആ രവി ബുധ യോഗം പ്രത്യേകിച്ച് പഠനത്തിൽ വളരെ ഗുണാനുഭവം ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഗവേഷണ തലത്തിൽ ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സൂര്യൻ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പം നമുക്ക് ഈ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അനുകൂല സമയമാണ്. ആ മേഖലയിൽ സൂര്യൻ്റെ പ്രകാശമൊക്കെ കിട്ടുന്ന സമയമാണ്. അതേസമയം നമ്മൾ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ അല്പം ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ നമ്മൾ ഈ വർക്കിലൂടെ അല്ലാതെ മറ്റ് ഹിഡൻ സോഴ്സിൽ നിന്നൊക്കെ ധനാഗമത്തിനും കൂടെ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനനേട്ടത്തിനും സാധ്യതയുണ്ട്. ജോയിൻ്റ് അസറ്റുകളിലൊക്കെ ചിലപ്പം വർധനവൊക്കെ ഈ 2ൽ നിൽക്കുന്ന ആ സൂര്യൻ്റെയും ബുധൻ്റെയും അഷ്ടമത്തിലെ ദൃഷ്ടി കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെയും ഇടവൻ രാശിയിൽ ബുധാദിത്യ യോഗം വരുന്നതിൻ്റെയും ഗുണം എന്താണെന്ന് നോക്കാം. ഇടവക്കൂറുകാർ എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും സൂര്യൻ 4ാം ഭാവാധിപനാണ്. കേന്ദ്ര രാശിയുടെ അധിപനാണ്. ആ സൂര്യൻ മെയ് 15 ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ജൂൺ 14 വരെ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും. ജന്മരാശിയിൽ ഇപ്പം ബുധൻ നിൽക്കുന്ന സമയമാണ്. ബുധൻ 2ഉം 5ഉം ഭാവാധിപനാണ്. അപ്പോൾ ജന്മരാശ്യാധിപനായിട്ട് ശുക്രനാണെങ്കിൽ ധനസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന സമയവും കൂടെ ആണ്. അപ്പം ആ ജന്മരാശിയിൽ ബുധ ആദിത്യ യോഗമൊക്കെ വരുന്ന സമയമാണ്. ഇപ്പം പൊതുവേ നമുക്ക് സൂര്യൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മോറൽ പ്രകൃതമൊക്കെ അല്പം സ്ട്രോങ് ആകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കാര്യത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. ഉയർന്ന അധികാരത്തിനും ഒക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ ഒരു വീര്യം, ശൗര്യമൊക്കെ ഈ ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പൊതുവെ നമുക്ക് കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും. ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും.
നമുക്ക് നമ്മുടെ പോപ്പുലാരിറ്റിയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ നമ്മൾ ഏത് മേഖലയിലായാലും അതിലൊക്കെ ഉയരുന്നതിനുള്ളൊരു ആഗ്രഹമൊക്കെ ഈ സമയത്തുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ആയാലും അതുപോലെ പഠനത്തിലായാലും ഒക്കെ തന്നെ. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധനുമായിട്ട് ആ സൂര്യന് യോഗം വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം 4-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 10ലാണ് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷണൽ തലത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിടത്ത് സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചുമതലാബോധമൊക്കെ കൂടുന്ന സമയമാണ്. ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ്. ഉയർന്ന അധികാരത്തിനും അതിനനുസരിച്ചിട്ടുള്ള സുഖസൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ജന്മരാശിയിൽ ആ സൂര്യൻ്റെ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈഗോയിസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ 4-ാം ഭാവാധിപൻ ജന്മരാശിയിലൊക്കെ വരുമ്പോൾ നമ്മൾ വീടായാലും വാഹനമായാലും വസ്തുക്കൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. അവ വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ്. സൂര്യൻ്റെ ജന്മരാശിയിലെ സ്ഥിതി അല്പം മുൻകോപമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തന്നെ ഏതു പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ സൂര്യൻ ഒരു 24-25 ആവുമ്പോൾ സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ 3-ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അവിടെ നമ്മൾ റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സൂര്യൻ പ്രത്യേകിച്ച് ഈ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാതെയൊക്കെ നോക്കണം. കാരണം 7-ാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നു. അതുപോലെ തന്നെ അത് ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ അതായത് നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കഴിവതും നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹ ആലോചനകളിലും നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. ഇപ്പോൾ സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തലത്തിലൊക്കെ പൊതുവേ നമുക്ക് അനുകൂല സമയമായിരിക്കും. എങ്കിലും ഈ പാർട്ട്നേഴ്സിനിടയിൽ അല്പ ഡോമിനേറ്റിംഗ് പ്രകൃതമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നത് പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നത ഉണ്ടാകാൻ വഴിതെളിക്കും. അല്ലാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ കെയർ കൊടുത്ത് പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് തലത്തിലൊക്കെ നമുക്ക് വളരെ ഗുണമുണ്ടാകും. അതുപോലെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പം നമ്മൾ വ്യക്തിബന്ധങ്ങളിൽ കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഒഴിവാക്കി പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ബുധാദിത്യ യോഗം ആ ഇടവൻ രാശിയിൽ വരുന്നതും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നു നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ 3-ാം ഭാവാധിപനാണ്. ആ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് 15 അവരുടെ 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ സൂര്യൻ 12-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ രാശ്യാധിപനായിട്ടുള്ള ബുധനും 12-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ 12-ലാണ് ബുധാദിത്യ യോഗം വരുന്നത്. 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശി നിൽക്കുന്ന സമയം കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ സൂര്യൻ്റെ 12-ലെ സ്ഥിതി എന്ന് പറയുമ്പോൾ അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധനും 12 നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവെ ധൈര്യം, ഊർജ്ജസ്വലതയൊക്കെ കുറയാൻ ഇടയുള്ള സമയമാണ്. അമിതമായിട്ടുള്ള ചിന്തകൾ, ചിലപ്പോൾ ഈ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം, അതുപോലെ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അവർക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഈ 3-ാം ഭാവാധിപനായിട്ട് സൂര്യൻ 12-ലേക്ക് വരുമ്പോൾ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് 12-ൽ ബുധനും സൂര്യനും ഒക്കെ നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ആസൂത്രണം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ നമ്മൾ
കൊണ്ട് നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് ഈ സമയത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം കാരണം നമ്മുടെ ചുറ്റും ചില അദൃശ്യമായിട്ടുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എനിമീസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുപോലെ തന്നെ ഈ 12ാം ഭാവത്തിൽ ജന്മലഗ്നരാശാധിപനായിട്ടുള്ള ബുധനും അതുപോലെ സൂര്യനൊക്കെ വരുമ്പോൾ പൊതുവേ നമുക്ക് എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പിതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ സാൻമാർഗികമായിട്ടുള്ള ചിന്തയൊക്കെ കുറയും. മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രേരണയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ശ്രദ്ധിക്കുക. ധനച്ചെലവിൽ വളരെ നിയന്ത്രണം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 25 ആവുമ്പോൾ ഈ 2ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് നല്ല ഒരു മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ ദൂരയാത്രകളിലുമൊക്കെ കെയർ വേണം. ആരോഗ്യത്തിലുമൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ത്രോട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ പെടാതെ നോക്കണം. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും പെനാലിറ്റി അല്ലെങ്കിൽ നികുതി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. പൊതുവേ നമുക്ക് പുതിയ മുതൽ മുടക്കിനൊന്നും അത്ര അനുകൂല സമയമായിട്ട് കാണുന്നില്ല. ചിലർക്ക് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ വേണ്ടിവരും. കാരണം 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ നമ്മൾ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ്, ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ എനർജി ഈ സമയത്ത് നമ്മൾ ആത്മീയ കാര്യങ്ങളിലും അതുപോലെ ധ്യാനം, അതുപോലെ നമ്മൾ ഈ പുരാണ ഗ്രന്ഥങ്ങൾ ഇവയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിലും അതിലൊക്കെ ഒന്ന് മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിന് അത് സഹായിക്കും. അത് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിനൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഡ്യൂട്ടിയിലൊക്കെ ഒരു കോൺസെൻട്രേഷൻ കുറവ് അല്ലെങ്കിൽ തൊഴിലിൽ ഒരു സംതൃപ്തി കുറവൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ തൊഴിൽ മാറ്റത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം ഈ 3ാം ഭാവാധിപൻ 12ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖ അനുഭവക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ നമുക്ക് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരാതെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സൂര്യൻ നമ്മുടെ 6ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ 6ലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങൾ, എന്തെങ്കിലും കേസുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കാൻ അനുകൂലമായ സമയമാണ്. മാത്രവുമല്ല നമ്മൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി 6ലെ സൂര്യൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ആസൂത്രണം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 6ലൊക്കെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ ഈ നമ്മൾ ഈ കടബാധ്യത കുറയ്ക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ ഈ 3ാം ഭാവാധിപൻ 12ലൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ അയൽവക്കക്കാർ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അവരുമായിട്ടുള്ള ബന്ധം മോശമാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കഴിവതും പ്രതികാര മനോഭാവമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സംയമനം, വിട്ടുവീഴ്ച ഒക്കെ ഈ സമയത്തുണ്ടാകണം. അമിതമായിട്ടുള്ള ചിന്ത കുറച്ച് മാനസിക പിരിമുറുക്കത്തിന് ഒരു അയവ് കൊടുക്കേണ്ടുന്ന സമയമാണ്. ആത്മീയമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് മെൻ്റൽ പീസിന് സഹായകമാകും. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതും ഇടവൻ രാശിയിൽ ബുധ ആദിത്യ യോഗം വരുന്നതും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ഇപ്പോൾ കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പം പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും 2ാം ഭാവാധിപനാണ് സൂര്യൻ. അപ്പോൾ 2ാം ഭാവാധിപനായി സൂര്യൻ മെയ് 15 പ്രത്യേകിച്ച്
നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11ലേക്കാണ് രാശി മാറുന്നത്. ജൂൺ 14 വരെ ആ 2ാം ഭാവാധിപനായ സൂര്യൻ 11 ഉണ്ടാകും. അതേസമയം 12 അതുപോലെ 3 ഭാവാധിപനായിട്ടുള്ള ബുധനും ആ 11ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. 11ലാണ് ആ രവി ബുധ യോഗം വരുന്നത്. 11ാം ഭാവാധിപൻ 12 ശുക്രൻ 12 നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ഈ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് ഈ കുടുംബതലത്തിലും പ്രൊഫഷണൽ തലത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലും അതുപോലെ സാമ്പത്തിക തലത്തിലും പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബ ബിസിനസ്സിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഫേവർ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന ആ ധനമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പല തലങ്ങളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബാങ്കിങ് ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവർ, അതുപോലെ തന്നെ ഈ ബോർഡിങ് ഹൗസൊക്കെ നടത്തി പോകുന്നവർ, അതുപോലെ നമുക്ക് ഈ സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മീഡിയ പ്രവർത്തകർ, കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അവർ വഴിയൊക്കെ അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ തലത്തിൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ നമുക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. വിദേശ യാത്രകൾ കൊണ്ടൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. സർക്കാർ വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതുപോലെ സമൂഹത്തിൽ നമ്മൾ ഉന്നതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സാധ്യമാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ മറ്റുള്ളവരോടുള്ള അസൂയ, ഇത് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചെലവാക്കുന്നതിനും അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ ഈ സമയം കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സൂര്യൻ 5ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ 5ലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പഠന മികവിന് സാധ്യതയുണ്ട്. അതുപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന പ്രകടനത്തിന് സാധ്യതയുണ്ട്. പൊതുവേ ബുദ്ധിശക്തി, ഗ്രാഹ്യശേഷിയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയം കൂടിയാണ്. പൊതുവെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടും. പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ഗുണാനുഭവം ഈ സൂര്യൻ്റെ 11ലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം. പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.